ഹായ് വ്യൂവേഴ്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോണത് പാസ്തയാണ്. പാസ്ത പറഞ്ഞാൽ ഇറ്റാലിയൻ പാസ്തയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഇറ്റാലിയൻ പാസ്ത വൈറ്റ് സോസൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. നമ്മൾ ഒരു റെഡ് സോസ് വെച്ചിട്ടാണ് ഉണ്ടാക്കണം. പിന്നെ വീട്ടിലുള്ള നോർമൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കണം. ഇതിനായി നമ്മളൊരു മാക്കറോണി ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഷേപ്പാണ് ഇന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അത് പല ഷേപ്പിലും ഉണ്ട് കേട്ടോ. ഓക്കെ, അതിനെ ഒന്ന് കഴുകി ഇത്തിരി ഉപ്പിട്ട് നല്ലോണം വേവിക്കാൻ വെക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അടിയിൽ ഒട്ടിപ്പിടിക്കും. ഓക്കെ, പിന്നെ ഇതാ ഈ ഗ്ലിസറിൻ്റെ ഷേപ്പ് ഇതുമാതിരി വരുമ്പോൾ അത് വെന്തു എന്നർത്ഥം കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക കേട്ടോ, തണുക്കാൻ. ഒന്ന് മസാല തയ്യാറാക്കണം. അതിനായി ഞാൻ ഇടികല്ലിലാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ട് അതിനെ പേസ്റ്റാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അരയ്ക്കുക. അതിൽ ചിലരൊക്കെ വന്നിട്ട് ആൾറെഡി ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ വീട്ടിലുണ്ടാക്കി വയ്ക്കുക. അങ്ങനെയുള്ളവരൊക്കെ അത് ഇടാം കേട്ടോ. എന്നിട്ട് ഒരു വലിയ പാൻ തന്നെ എടുക്കുക മിക്സ് ചെയ്യാൻ. അതിലേക്ക് എണ്ണ, നോർമൽ ഏത് എണ്ണ യൂസ് ചെയ്യണോ അത് ഇടുക. ബട്ടർ ഇടുക, അല്ലെങ്കിൽ നെയ്യ് ഇടുക കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. അതിലേക്ക് പിന്നെ ഒരു ഉള്ളി ആഡ് ചെയ്യുക. എന്നെല്ലാം ഞാൻ നീളത്തിലാണ് അരിയാൻ ശ്രമിച്ചത്. ഓക്കെ, അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ക്യാരറ്റും ബീൻസും അതുമാത്രം ഇത്തിരി സ്ക്വയറായിപ്പോയി. ഓക്കെ, അത് കഴിഞ്ഞ് ക്യാപ്സിക്കം, ഇതൊക്കെ ഇത്തിരി വേഗം വാടി കിട്ടും കേട്ടോ. എല്ലാം നല്ല ഫൈൻ ചോപ്ഡാണ്. പിന്നെ ക്യാബേജ് അതും ആഡ് ചെയ്യുക. ഓക്കെ, എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ചെറുതായി മുറിച്ചുകൊണ്ട് വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പാസ്തയിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക പച്ചക്കറിക്ക്. എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, പിന്നെ സോയാ സോസ്, പിന്നെ ഗ്രീൻ ചില്ലി സോസ്, ഇതെല്ലാം ഒന്ന് നന്നായി ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് പാസ്ത ഇടുക കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് എരിവ് വേണ്ടവർക്ക് ഒരു സ്പൂൺ ചില്ലി പൗഡർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇടാം കേട്ടോ. സോ അടിപൊളി പാസ്ത തയ്യാറാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം നമ്മുടെ അടുത്ത് ഇറ്റാലിയൻ ഹെർബ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമ്മുടെ മേത്തി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. ഹാപ്പി കുക്കിംഗ്. പിന്നെ വേറൊരു കാര്യം, ഇത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ വാസന നല്ല വാസനയായിരിക്കും കേട്ടോ.